ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാവട്ടെ. അതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ തിരൂർ വരെ പോവുകയാണ്. പിന്നെ തിരൂർ നമ്മൾക്ക് ഒരു ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു. ഡ്രസ്സ് എടുത്തൊന്ന് മാറ്റിയെടുക്കാനാണ്. അപ്പോൾ നമ്മൾ പുതിയ ബാസിത്തിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ നമ്മൾ കാക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ തിരൂരിൻ്റെ ഹൃദയഭാഗത്ത് തലയെടുപ്പോട് കൂടി നിൽക്കുന്ന ബാസിത് വെഡ്ഡിങ് സെൻറ്റർ പുതിയ ഷോറൂം നല്ല സെലക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോവാത്തവരൊക്കെ ഒന്ന് പോയി നോക്കണം. പെരുന്നാളിൻ്റെ കുറച്ച് മുന്നെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോൾ ഞാനിവിടെ തീരെ പോയിട്ടില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പോവുമായിരുന്നു. അപ്പോൾ പോയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല സെലക്ഷനും ഡ്രസ്സ്, ചുരിദാറാണെങ്കിൽ ചുരിദാറും കുട്ടികളുടെ ഡ്രസ്സും മെറ്റീരിയലും എല്ലാതും നല്ല സെലക്ഷൻ ഉണ്ട്. വെഡ്ഡിങ് കളക്ഷനൊക്കെ ഒരുപാടുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ കണ്ടാലിങ്ങനെ നോക്കി നിന്ന് പോകും. അത്രയും നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെയാണ്. ചെന്നിട്ട് നമ്മൾക്ക് ഏതെടുക്കണോ എന്തെടുക്കണോ അത്രയും കൺഫ്യൂഷൻ ആയി പോയിട്ടോ. ശരിക്കും കോട്ടണിലൊക്കെ നല്ല അടിപൊളി ചുരിദാറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ബാസ്യത്തിൽ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം. അതുപോലെ തന്നെ സാരി, ബ്ലൗസിൻ്റെ മെറ്റീരിയൽ, കട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ബ്ലൗസ് പീസ് അങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ, എല്ലാം അതും നല്ല ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പിന്നെ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ നമ്മളോട് നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. ഞാനും അനിയത്തികളും കുട്ടികളും കൂടിയാണ് പോയത്. നമ്മൾക്ക് വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ പോയി വരുമ്പോഴാണ് നമ്മൾ ബാസ്യത്തിൽ കയറുന്നത്. അപ്പോൾ നമ്മളിതാ ബാസ്യത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ നല്ല ഫ്ലവറൊക്കെ വെച്ച് നല്ല അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഒരുപാട് ലൈറ്റും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാനും. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഡമ്മിയിൽ നല്ലൊരു ഗൗണൊക്കെ ഇട്ടിട്ട് ഒരു ബൊക്കൊക്കെ പിടിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നമ്മളെ സ്വീകരിക്കാൻ നിർത്തിയ പോലെ അവിടെ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മളെ കണ്ട് നമ്മളെ സ്വീകരിക്കാൻ വെൽക്കം ചെയ്യാൻ അങ്ങനെ നിർത്തിയ പോലെ ഒന്നവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കോട്ടണിൽ ചുരിദാർ മെറ്റീരിയലൊക്കെ മേലെയാണ്. അപ്പോൾ നമ്മൾ മേലൊക്കെ പോയി. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോഴും എല്ലാ ചുരിദാറുകളും നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഇനിയിപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകണ്ടേ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായപ്പോൾ പിന്നെ മെറ്റീരിയൽ എടുത്തില്ല. മെറ്റീരിയലൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫസ്റ്റ് പോയി കണ്ടപ്പോൾ തന്നെ ഒരു ചുരിദാർ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ അത് തന്നെ എടുത്തത്. അത് നോക്കി വെച്ചിട്ട് പിന്നെ ഒന്ന് മെറ്റീരിയലൊന്ന് പോയി നോക്കാം വിചാരിച്ചിട്ടൊന്ന് മേലെ പോയിട്ട് മെറ്റീരിയലൊക്കെ നോക്കിയതാണ്. പിന്നെ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാനൊക്കെ തന്നെ പോകേണ്ടതെന്നുള്ള ആ ഒരു ഇതിൽ മെറ്റീരിയൽ എടുക്കാണ്ട് സ്റ്റിച്ച് ചെയ്ത ആ ചുരിദാർ, കോട്ടൻ്റെ ഒരു ചുരിദാർ തന്നെ എടുത്തു. ഇതൊക്കെ കുട്ടികളുടെ ഡ്രസ്സ് ഇടുക. കുട്ടികളുടെ ഡ്രസ്സ് ഒക്കെ നല്ല സെലക്ഷൻ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ്. കുട്ടികളിങ്ങനെ കണ്ട പെൺകുട്ടികളുടെ ഡ്രസ്സ്, പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ ഡ്രസ്സ് നമ്മൾ എവിടെ പോയാലും പെൺകുട്ടികളുടെ ഡ്രസ്സാണല്ലോ നോക്കുക അല്ലേ. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക.
ഇവിടെ ഫുള്ള് കുട്ടികളെ സെലക്ഷനാണ്. ഈ ഒരു ഫ്രോക്ക് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ, നല്ല ഡാർക്ക് പിങ്ക്, അതിൽ നല്ല റോസ് ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട്. അതൊരു അതിനൊരു ക്യാപ്പൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ട്. ഇതൊക്കെ ഇട്ട് ഇങ്ങനെ കുട്ടികളെ, ചെറിയ കുട്ടികളെ ബേബീസിനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ കല്യാണത്തിൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് സാരിയൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ സാരിയൊക്കെ അവരങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്താണ് കോട്ടൻ്റെ ചുരിദാറുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ചുരിദാറൊക്കെ എടുത്തത്. നല്ല ഭംഗിയുള്ള ചുരിദാറുകളാണ് കേട്ടോ, വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇനി പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരൂർ പുതിയ ബാസ്യത്തിലാണ് ഇതൊക്കെ, അപ്പോൾ ഒന്ന് പോയി നോക്കുക. ഇപ്പോൾ ഇതാ നേഹമോളും നശ്മിയും അവിടെ നല്ല കളിയിലാണ്. രണ്ടാളും കുറേ ഇങ്ങനെ അവിടെ നിന്നിട്ട് പിന്നെ അവർക്ക് രണ്ടാൾക്കും ബോറടിച്ചപ്പോൾ രണ്ടാളും അവിടെ പോയി ഇരുന്ന് കളിക്കായിരുന്നു. പിന്നെ നമ്മൾക്ക് അവിടെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് അവർ വെള്ളം തരുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, തിരൂർ പൂങ്കോട്ടുകളാണ് പുതിയ ബാസിത്ത് വെഡിങ് സെൻറ്റർ വരുന്നത്. മിഷൻ ഹോസ്പിറ്റലിന് എതിർവശത്തായിട്ടാണ് ബാസിത്ത് വെഡിങ് സെൻറ്റർ. നമ്മളവിടെ ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു, തിരിച്ചു പോകുന്നുണ്ട്. ഡ്രസ്സ് എടുക്കലും കൂടുതലും കല്യാണ ഡ്രസ്സൊക്കെ എടുക്കാൻ വന്നവരാണ്. നല്ല വെഡ്ഡിങ് കളക്ഷൻ ഉള്ളത്. തിരൂർ ഇപ്പോൾ ഒരു പുതിയ ഷോറൂമാണ് ഇപ്പോൾ അത് വന്നിട്ടുള്ളത്. വേറെയും ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ബാസിത്തിന് വേറെ ഒരു ഷോറൂം കൂടി ഉണ്ട്, പഴയൊരു ബാസിത്ത് ഉണ്ട്. നമ്മൾ അവിടുന്ന് ഇറങ്ങാൻ നേരത്ത് മഴ ചെറുതായിട്ടൊന്നിങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ബാസിത്തിൻ്റെ പുറത്തൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് അവിടെ കയറി ചെല്ലുമ്പോൾ ആ ഫ്ലവർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഒന്നുകൂടി പറയുകയാണ്, ലൈക്ക് ചെയ്യാൻ മറന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.